സിബി ചിത്രങ്ങൾ ചലച്ചിത്ര സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഗവേഷണ തലങ്ങളാണ്, ദൃശ്യഭാഷയുടെ ഉപരിപഠന തലങ്ങളാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായി യോജിപ്പിക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന മറ്റൊരു ചിത്രം എൻ്റെ വീട് അപ്പുവിൻ്റെ. അത് അതിമനോഹരമായ ശൈശവ മനഃശാസ്ത്രത്തിൻ്റെ സംഘർഷങ്ങളിൽ നിന്നാണ് ആ കഥ കെട്ടിപ്പടുക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇതിവൃത്തം തിരഞ്ഞെടുക്കാനുള്ള ആ തീരുമാനം എങ്ങനെയാണ്? ഈ ഇത്തരത്തിലൊരു ഇതിവൃത്തവുമായിട്ട് എന്നെ സമീപിക്കുന്ന അതിൻ്റെ എഴുത്തുകാർ, അവരുടെ തന്നെ ആദ്യത്തെ സിനിമയാണത്. പിന്നീട് അവരിപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും മികവുറ്റ തിരക്കഥാകൃത്തുക്കളായി മാറുകയും ചെയ്തു. പക്ഷേ ആ ചിന്ത വളരെ അധികം എന്നെ സ്വാധീനിച്ചു, ആദ്യ സിനിമയുടെ ആ ചിന്ത. കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ട്. അത് വളരെ അടുത്തറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യാഥാർത്ഥ്യമായ ഒരു ജീവിതാവസ്ഥ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയേണ്ടത്. ഇത് പറയേണ്ട ഒരു വിഷയമാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള മാനസികമായ സംഘർഷങ്ങളോടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് ബന്ധങ്ങളും കുട്ടികളുടെ ചിന്തകളൊക്കെ മാറിപ്പോകുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഈ സിനിമകൾ കാണുന്ന മാതാപിതാക്കൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവരിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ആ സിനിമയുടെ പ്രധാനമായ ഒരു ലക്ഷ്യം. അത് സാധിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് മാതാപിതാക്കൾ തന്നെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം തന്നെ എനിക്ക് എൻ്റെ കുട്ടിയെ കാണാൻ തോന്നുന്ന രീതിയിലൊക്കെ വിളിച്ച് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം അവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. അവരുടെ ഭാഗത്ത് ചില തിരുത്തലുകൾ ആവശ്യമാണെന്നുള്ള ബോധ്യം അവർക്ക് നൽകാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വലിയ അതിന് ലഭിച്ച വലിയ അംഗീകാരമായിട്ട്. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞതായി ഓർക്കുന്നു, വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ആകാശദൂത് കണ്ട ചിലരെങ്കിലും കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ക്ഷേമം മുൻനിർത്തി എക്കാലത്തേക്കുമായി മദ്യപാനം നിർത്തി, ഇത്തരം ചില പ്രതികരണങ്ങളാണ് ദേശീയ പുരസ്കാരങ്ങളെക്കാളും താൻ വിലമതിക്കുന്നതെന്ന് അങ്ങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന്. തീർച്ചയായിട്ടും. കാരണം ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കാം, സർക്കാരുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റ് പുരസ്കാരങ്ങളുടെ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ വരാം. പക്ഷേ അംഗീകാരങ്ങളൊക്കെയും ഒരുപക്ഷെ അത്ര നമുക്ക് ഒരുപക്ഷെ അതിനെ ഒരു മനസ്സിൽ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാളൊക്കെ വളരെ ഉപരിയാണ് ഇത്തരത്തിലൊരു വ്യക്തിയുടെ ജീവിതത്തെ സമൂലമായി മാറ്റം വരുത്തുവാൻ, അവൻ്റെ ചിന്തകളെ, അവൻ്റെ കുടുംബത്തെയൊക്കെയും സമൂലമായ ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് അവരെ നയിക്കാൻ കഴിയുക. അതാണ് ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. കാരണം നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ താളപ്പിഴകളെ തിരുത്തുവാനുള്ളൊരു സന്ദർഭം ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുത്തലിന് ഒരാൾ തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് ഒരു സിനിമ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ചില സംഭവങ്ങളാണ് ആകാശദൂതിൻ്റെ കാര്യത്തിലായാലും എൻ്റെ വീട് അപ്പുവിൻ്റെ ഈ സിനിമകളിലൂടെയൊക്കെയും സംഭവിച്ചത്. നടീനടന്മാരെക്കുറിച്ച്, തിരക്കഥ രചയിതാക്കളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. MT 2 ചിത്രങ്ങൾക്ക് ചേക്കേറാൻ ഒരു ചില്ല സതയം, 2 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുമുണ്ട്. മറ്റൊരു നമ്മൾ ഇതുവരെ സ്പർശിക്കാത്ത ഒരു തലം സിനിമ സംഗീതത്തെക്കുറിച്ചും അതിൻ്റെ ഗാനതലത്തെക്കുറിച്ചുമാണ്. അതേക്കുറിച്ച് അങ്ങയുടെ പൊതുനിരീക്ഷണങ്ങൾ എന്താണ്? അങ്ങയുടെ ചിത്രങ്ങളിലെ അനുഭവങ്ങൾ മുൻനിർത്തി. ആദ്യകാലത്തൊക്കെയും എനിക്ക് സിനിമയിലെ സംഗീതത്തിൻ്റെ, പ്രത്യേകിച്ചും സിനിമയിലെ പാട്ടുകളുടെ സാങ്കത്യത്തെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എന്തിനാണ് സിനിമയിലെ പാട്ടുകൾ, നായകൻ എന്തുകൊണ്ട് സങ്കടം വരുമ്പോൾ പാടി നടക്കുന്നു അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ പാടി നടക്കുന്നു, അതിനൊരു ലോജിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ആദ്യകാലത്തെ സിനിമകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഞാൻ പാട്ടുകൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രീകരണത്തിന് അത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നുള്ളത് തിരിച്ചറിയാം. അതിനുള്ള സമൂലമായ ഒരു മാറ്റം സംഭവിച്ചത് ഇസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലാണ്. ഇസൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തലം പൂർണ്ണമായിട്ടും സംഗീതം അറിയാവുന്ന കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ചും അതിൻ്റെ രാജാവിൻ്റെ കഥാപാത്രമാണെങ്കിലും അബ്ദുള്ളയുടെ കഥാപാത്രമാണെങ്കിലും സംഗീതത്തെ ഉപാസിക്കുന്നവരാണ്. അതുകൊണ്ട് അതിൽ സംഗീതം ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് എൻ്റെ ബുദ്ധിയെ അത് വളരെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്കതിനെ ചിത്രീകരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട്
വളരെ മികവോടെ അത് ചിത്രീകരിക്കുവാൻ കഴിഞ്ഞുവെന്നാണ് പിന്നീട് പ്രേക്ഷകരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അവിടെ ആ സിനിമ തൊട്ടാണ് എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ടായത്. സിനിമയിലെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായത് ആ സിനിമ തൊട്ടാണ്. പിന്നീട് ആണ് ഭാരതവും കമലദളവും തുടങ്ങി സംഗീതത്തിന് പ്രാധാന്യമുള്ള കുറേ ചിത്രങ്ങൾ ചെയ്യാനായിട്ടുള്ള ആത്മവിശ്വാസം ലഭിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. സാങ്കേതിക മണ്ഡലത്തെക്കുറിച്ച് അങ്ങ് തന്നെ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു പ്രസ്ഥാനം അതിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ നടത്തുകയാണ്. നിയോ സിനിമ സംബന്ധമായും ദൃശ്യ മാധ്യമങ്ങൾക്ക് പൊതുവായുമുള്ള ബ്രോഡ്കാസ്റ്റിങ്ങിനും ഫിലിമിനും വേണ്ടിയിട്ടുള്ള അതേക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലുള്ളവർ ഒരുപക്ഷെ അടൂരിനെ പോലും ഷാജിയൻ കാരനെ പോലും ഒക്കെയുള്ളവരെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അക്കാദമികമായി സാങ്കേതികമായി പഠിച്ച് പുറത്തിറങ്ങി സിനിമ ചെയ്തവരല്ല. പക്ഷേ അങ്ങനെ ആവശ്യമാണ് എന്ന് നിർബന്ധമില്ലായിരുന്നു. ഇപ്പോൾ ഈ മാറി വരുന്ന യുഗത്തിൽ അത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സ്ഥാപനം തുടങ്ങിയത്. ആ മാറ്റത്തെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്കാലത്തായിരുന്നു. 30-35 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ഒരു മധ്യവർത്തി കുടുംബത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവരുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി പഠിക്കുകയും അതൊരു സിനിമ ഒരു പ്രൊഫഷനായി സ്വീകരിക്കുക പോലും അക്കാലത്ത് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ എൻ്റെ അന്നത്തെ ആഗ്രഹം സഫലീകരിക്കപ്പെടാതെ പോയി. പക്ഷേ പിന്നീട് സിനിമ എൻ്റെ വഴിക്ക് വരികയും സിനിമയിൽ എത്തിപ്പെടുകയും പ്രായോഗികമായിട്ട് സിനിമ പരിശീലിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. സാങ്കേതികമായിട്ട് സിനിമ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാങ്കേതികമായി പഠിച്ച ആ പ്രവൃത്തി പരിചയം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പിൻബലമായി തീർന്നത്. പക്ഷേ പിന്നീട് ഇക്കാലത്ത് സിനിമ സാങ്കേതികമായിട്ട് ഒരുപാട് വളർന്നിരിക്കുന്നു. പ്രത്യേകിച്ചും സിനിമ എടുക്കുന്നതിൻ്റെ സാങ്കേതികത വളരെ ലളിതമായി തീർന്നിരിക്കുന്നു. ഒരു മൊബൈൽ ഫോണിൽ വരെ സിനിമ എടുക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സാങ്കേതിക തലങ്ങൾ വളർന്നിരിക്കുന്നു. അപ്പോൾ എനിക്കന്ന് സാധിക്കാതെ പോയ ആ സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ കൂടുതലായിട്ട് സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലായി സ്വീകരിക്കാവുന്ന കാഴ്ചപ്പാടായിട്ട് കടന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും എനിക്ക് ലഭിച്ചതുപോലുള്ളൊരു പ്രവൃത്തി പരിചയത്തിൻ്റെ സാഹചര്യം ഒരുപക്ഷെ ഇന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഒരുപാട് സംവിധായകരുടെ സഹസംവിധായകരായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ സാങ്കേതികമായ ഒരു പരിശീലനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു അക്കാദമിക്കലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പിൻബലത്തോടു കൂടി കടന്നു വരാൻ കഴിയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ സിനിമയിലേക്ക് എത്തിപ്പെടുവാൻ വളരെ എളുപ്പമായി തീരും. അത് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അവരെ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും ടെലിവിഷൻ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കടന്നു വരുന്നവർ പലരും പ്രവൃത്തി പരിചയത്തിലൂടെയൊക്കെ തന്നെയാണ് പിന്നീട് മികവുറ്റവരായിത്തീരുന്നത്. അതിന് പകരം സാങ്കേതികമായി പഠിച്ചു വരുന്നവർക്ക് ഒരുപക്ഷെ ഇത്തരം ചാനലുകളിലൊക്കെ ഫലപ്രദമായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുവാൻ ടെലിവിഷൻ ചാനലിൻ്റെ അധീകൃതർക്കും സാധ്യമാകും. അതോടൊപ്പം സിനിമയിലും ഇത്തരത്തിലുള്ള പരിശീലനം സിദ്ധിച്ച ആൾക്കാരെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ പിന്നണിക്കാരനാകാനായിട്ടുള്ള പ്രേരകമായി എനിക്ക് തീർന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ കഴിയാത്തതിൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ചത് നവോദയ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും സിനിമ പഠിക്കാൻ കഴിഞ്ഞു എന്നതാണ്.